അൾഷിമേഴ്സ് രോഗിയെ ഹോം നഴ്സ് മർദ്ദിച്ചു എന്ന ആരോപണം. രോഗിയെ നഗ്നനാക്കി നിലത്തുകൂടി വലിച്ചിഴയ്ക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. 5 വർഷമായി അൾഷിമേഴ്സ് ബാധിതനായ തട്ട സ്വദേശി വിമുക്ത ഭടനായ ശശിധര പിള്ളയ്ക്കാണ് മർദ്ദനമേറ്റത്. പുതിയതായി എത്തിയ ഹോം നഴ്സ് വിഷ്ണുവിനെതിരെ പരാതി. വിവരങ്ങളുമായി ശ്രീരാജാണ് ചേരുന്നത്. ശ്രീരാജ്, ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് എത്രമാത്രം ക്രൂരതയാണ് രോഗിയോട് കാണിക്കുന്നത് എന്നുള്ളത്. പ്രത്യേകിച്ചും അൾഷിമേഴ്സ് രോഗി എന്ന് പറയുമ്പോൾ ഓർമ്മ നഷ്ടപ്പെട്ട് കഴിയുന്ന ആളാണ്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ എടുത്തിട്ടുണ്ടോ? കൂടുതൽ വിവരങ്ങൾ. സ്വാതി, പത്തനംതിട്ട തട്ടയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. അൾഷിമേഴ്സ് രോഗിയാണ് ഇദ്ദേഹം. ഇയാളുടെ മറ്റ് ബന്ധുക്കളും വീട്ടുകാരും എല്ലാവരും തന്നെ തിരുവനന്തപുരത്തായിരുന്നു താമസം. ഇയാളെ നോക്കാൻ വേണ്ടി ഏജൻസി വഴി, അടൂരിലുള്ള ഏജൻസി വഴിയാണ് ഹോം നേഴ്സിനെ നിർത്തിയിരുന്നത്. വിഷ്ണു എന്നാണ് ഹോം നേഴ്സിന്റെ പേര്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ബന്ധുക്കൾക്ക് ഒരു ഫോൺ കോൾ വരുന്നു ഈ വിഷ്ണുവിന്റെ ഭാഗത്തു നിന്നും. ഈ ശശിധരൻ പിള്ള വീണ് പരിക്കേറ്റിട്ടുണ്ട് എന്നും ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് എന്നുമായിരുന്നു ഫോൺ സന്ദേശം ഇവർക്ക് ലഭിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ നാട്ടിൽ വരികയും ശശിധരൻ പിള്ളയെ കാണുകയും ചെയ്തു. ആ സമയത്താണ് ഇവർക്കൊരു സംശയം തോന്നിയത്. കാരണം ശശിധരൻ പിള്ളയുടെ ദേഹത്ത് ആകമാനം പരിക്കുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ പരിക്കുകൾ എങ്ങനെ പറ്റി എന്നുള്ള അന്വേഷണത്തിനൊടുവിലാണ് CCTV-കൾ പരിശോധിക്കുന്നത്. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് CCTV ദൃശ്യങ്ങളിൽ ഈ ഹോം നേഴ്സായി നിൽക്കുന്ന വ്യക്തി ശശിധരൻ പിള്ളയെ തറയിലൂടെ വലിച്ചിഴയ്ക്കുന്നതും അതുപോലെ തന്നെ നഗ്നനാക്കി മർദ്ദിക്കുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ വീട്ടുകാർക്ക് ലഭിച്ചിട്ടുണ്ട്. നിലവിൽ ഇവർ അങ്ങനെയാണ് ഇത്തരത്തിൽ മർദ്ദനമേറ്റിട്ടുണ്ട് എന്ന് മനസ്സിലായത്. തുടർന്ന് ഇവർ പോലീസിന് ദൃശ്യങ്ങളടക്കം നിലവിൽ കൊടുമൺ പോലീസിന് കൈമാറിയിട്ടുണ്ട്. പിന്നീട് ഈ ശശിധരൻ പിള്ളയെ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ശശിധരൻ പിള്ള. ഭാര്യയോടാണ് നമ്മൾ സംസാരിച്ചത്. ഭാര്യ നൽകിയ മൊഴിയാണ് പോലീസിനുമുള്ളത്. അവർ പറയുന്നത് ഗുരുതരമായ പരിക്കുകളുണ്ട്, ശരീരമാസകലം പരിക്കുകളുണ്ട് എന്നാണ് ശശിധരൻ പിള്ളയ്ക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. നിലവിൽ ഈ വിഷ്ണു എന്ന ഈ വ്യക്തി, ഹോം നേഴ്സായ വ്യക്തിയും ഇപ്പോൾ ആശുപത്രിയിൽ തന്നെയുണ്ട്. തുടർന്ന് ഇവർക്ക് CCTV പരിശോധിച്ചപ്പോൾ ഇത്തരത്തിൽ മർദ്ദനമേറ്റിട്ടുണ്ട് എന്ന് മനസ്സിലായതിനെ തുടർന്ന് ഈ വിഷ്ണുവിനെ നിലവിൽ അവർ ബന്ധുക്കൾ അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. പോലീസ് എത്തുകയും പോലീസിന് കൈമാറുകയും ചെയ്യുമെന്നാണ് നിലവിൽ ഭാര്യ നമ്മളോട് പറയുന്നത്. മുൻ BSF ജവാനാണ് ഈ ശശിധരൻ പിള്ള. ഏറെക്കാലമായി ഇയാൾ ഒറ്റയ്ക്ക് കഴിയുകയായിരുന്നു. ബന്ധുക്കൾ എല്ലാവരും തന്നെ തിരുവനന്തപുരത്താണുള്ളത്. അങ്ങനെ ഇയാളെ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ഹോം നേഴ്സിനെ നിർത്തിയത്. അടൂരിലെ ഒരു ഏജൻസി മുഖേനയാണ് ഈ ഹോം നേഴ്സിനെ കണ്ടെത്തുകയും അയാളെ ജോലിക്ക് നിർത്തുകയും ചെയ്തിരുന്നത്. അത്തരത്തിൽ ഒരു ഫോൺ കോൾ, പരിക്കേറ്റിട്ടുണ്ട്, വീണ് പരിക്കേറ്റു, ആശുപത്രിയിലാണ് എന്നൊരു ഫോൺ കോളാണ് ആദ്യം ഈ ബന്ധുക്കൾക്ക് ലഭിക്കുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ശരീരമാസകലം പരിക്കുകൾ കണ്ടതിനെ തുടർന്നാണ് വീട്ടുകാർക്ക് ഒരു സംശയം തോന്നിയത്. അങ്ങനെ CCTV ദൃശ്യങ്ങൾ. ശരി ശ്രീരാജ്, അൾഷിമേഴ്സ് രോഗിയെയാണ് ഹോം നഴ്സ് മർദ്ദിച്ചു എന്ന ആരോപണം. രോഗിയെ നഗ്നനാക്കി നിലത്തുകൂടി വലിച്ചിഴയ്ക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ക്രൂരമായിട്ടുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. 5 വർഷമായി അൾഷിമേഴ്സ് ബാധിതനായ തട്ട സ്വദേശി വിമുക്ത ഭടനായ ശശിധര പിള്ളയ്ക്കാണ് മർദ്ദനമേറ്റിരിക്കുന്നത്. ഹോം നഴ്സ് വിഷ്ണുവിനെതിരെയാണ് ഇപ്പോൾ പരാതി ലഭിച്ചിരിക്കുന്നത്.